നമുക്ക് ഒരു കൺട്രോളുമില്ലാതെ നമ്മൾ ഫോണിൽ വെറുതെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരുപാട് സമയം വെറുതെ ഒരു ആവശ്യമില്ലാതെ സ്ക്രോൾ ചെയ്ത് പോകാറുണ്ടോ? ഇഫ് യെസ്, ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ആക്ച്വലി നമ്മളുടെ ഈ ഒരു ദുനിയാവെന്ന് പറയുന്നത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെല്ലാം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി ഖുറാനിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലോകത്തിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അതൊന്നുമല്ല. പക്ഷെ എന്താണ്, അതൊരു കളിയാണ്, അതൊരു എൻ്റർടൈൻമെൻ്റാണ്, ഡിസ്ട്രാക്ഷനാണ്. അതായത് നമ്മളുടെ മനസ്സുകളെ എന്തെല്ലാം വിധത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഈ ഒരു ദുനിയാവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മളൊന്നും ആരും ഒന്നുമല്ല, പക്ഷെ വെറും ഒരു എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വെറും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നമ്മളെല്ലാവരും ജീവിക്കുന്നുള്ളൂ. സ്റ്റിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ വിചാരിക്കും നാളെ ഇനി കറക്റ്റായിട്ട് നിസ്കരിക്കാം, ഖുറാന് നല്ല അർത്ഥത്തോടു കൂടെ പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കുകയാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യത്തിന് വേണ്ട ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല അല്ലേ? ആക്ച്വലി നമ്മളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. നമ്മളതെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മളുടെ ആഖിറം ഉണ്ടാവുക. ആക്ച്വലി നമ്മൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഒരുപാട് സമയം ഫോണിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരുപാട് സമയം വെറുതെ ഷോർട്സിലൂടെയും റീൽസിലൂടെയും സ്ക്രോൾ ചെയ്താൽ നമുക്കൊരു സന്തോഷം കിട്ടുക എന്നുള്ളത്. ആക്ച്വലി അത് ശരിയാണ്. നമുക്ക് വളരെ ഷോർട്ടായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഡോപ്പമൈൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ ആത്മാവിന് ഇത് മതിയാവുന്നില്ല, നമ്മുടെ മനസ്സിന് ഇത് മതിയാവുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എംപ്റ്റി ആവാൻ തുടങ്ങും, നമ്മളുടെ മനസ്സ് വീണ്ടും പഴയതുപോലെ ആവും. ആക്ച്വലി നമ്മൾ ഒരുപാട് ഷോർട്സും റീൽസും ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിന് ഓവർ സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ നമുക്കുള്ള ആ ഒരു ശ്രദ്ധ, ആ ഒരു ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടും. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കാൻ തോന്നും. നമുക്ക് മര്യാദയ്ക്ക് ജോബ് വർക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ തോന്നൂല. ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് അത് മേ ബി വൺ ഓഫ് ദ റീസണാണ് നമ്മൾ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് പതിയെ ഈ ഒരു ഫോൺ യൂസേജ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ നോക്കിയാലോ? സോ ഫസ്റ്റത്തെ ഒരു ടിപ്പാണ്, നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച ഉടനെ ഉള്ള ആ ഒരു മണിക്കൂറുണ്ടല്ലോ, ആ ഒരു മണിക്കൂർ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ നോക്കുക. പക്ഷേ ഒരിക്കലും നമ്മൾ എണീച്ച ഉടനെ നമ്മൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യരുത്. എണീച്ച ഉടനെ തന്നെ നമ്മൾ അള്ളാഹുവിനെ താങ്ക് ചെയ്യുക. അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്നാണോ ഉണരുന്നത്, നമ്മളുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉറങ്ങിയ ശേഷം അള്ളാഹു എടുത്തിട്ടുണ്ട്, ടെമ്പററി താൽക്കാലികമായിട്ട്. ആ ഒരു റൂഹ് നമുക്ക് തിരിച്ചു വന്നാലേ നമ്മൾ ഉണരുകയുള്ളൂ. അപ്പോൾ ആ ഒരു റൂഹ് നമുക്ക് തിരിച്ചു തന്നതിന് നമ്മൾ അള്ളാഹുവിനോട് താങ്ക്ഫുൾ ആവുക, നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ടാക്കിയാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപേ ഉള്ള 30 മിനിറ്റ് മുമ്പേ നമ്മൾ ഫോൺ ഒഴിവാക്കണം. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. പലപ്പോഴും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ രാത്രി മേ ബി ഉറങ്ങുന്നതിന് മുൻപേയൊക്കെ ആയിരിക്കും ഒരുപാട് സമയം ഫോൺ കാണുക. ഇപ്പോഴത്തെ ആൾക്കാർ മെജോറിറ്റിയും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഉറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ നമ്മളുടെ കണ്ണിന് ഒരു ടയേർഡ്നെസ് ഉണ്ടാവും, നമുക്ക് തന്നെ മനസ്സിന് ആകെ ഒരു അസ്വസ്ഥമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ ഒരു ദിവസത്തെ മൊത്തം ഇത് ബാധിച്ചേക്കാം. രണ്ടാമത്തെ ടിപ്പാണ്, നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. അതായത് ഇതെനിക്ക് എന്തെങ്കിലും ഉപകാരം നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുതെ എൻ്റെ സമയത്തെ പാഴാക്കുകയാണോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. സോ നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുപാട് സമയം ഫോണിൽ ഇൻവോൾവഡ് ആണെങ്കിൽ, ആക്ച്വലി നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം ഫോണിലായതുകൊണ്ട് നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ ശ്രദ്ധ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ശ്രദ്ധ, ആ ഒരു ഫോക്കസ്, ആ ഒരു ഖുശൂ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ അള്ളാഹുവിനെ
ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. സോ നമ്മൾ നിസ്കാരം വെറുതെ നിസ്കരിച്ച് പോവാതെ അതൊരു ഹാബിറ്റായി കാണാതെ അത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമാണ് ആക്ച്വലി. അങ്ങനെ വിചാരിച്ച് നമ്മൾ നിസ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ നിസ്കാരത്തിലെ മൂവ്മെൻറ്റ്സ്, നമ്മൾ സുജൂദ് പോവുകയാണെങ്കിൽ റുക്കു ചെയ്യുമ്പോൾ ഒന്ന് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുക. ഈവൻ ഇപ്പോൾ നമ്മളുടെ മൈൻഡൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണെങ്കിലും നമ്മൾ പതിയെ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് നമ്പർ 5, നമ്മളുടെ ഈമാനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് നമ്മളുടെ ഈമാനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ബ്രെയിനിനെയും നമ്മളുടെ ശരീരത്തിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴാണ് മരിക്കാമെന്ന് പോലും നമുക്കറിയില്ല. സോ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ മരിക്കുകയാണെങ്കിലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സോ ഹറാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുക. നെക്സ്റ്റത്തെ ടിപ്പാണ്, നമ്മളിപ്പോൾ ഹറാമായിട്ടുള്ള കാര്യവുമല്ല എന്നാൽ നമ്മളുടെ ആഖിറത്തിന് വേണ്ട കാര്യവുമല്ല നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാൻ നോക്കാം മാക്സിമം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ദുനിയാവിന് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിപ്പിക്കും. അതായത് നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടല്ലേ, അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യും. നമ്മൾ വിചാരിക്കും ഈ ദുനിയാവിൽ ഒരുപാട് കാര്യമുണ്ടാകുന്നതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിനെ നമ്മൾക്ക് പോലും അറിയാതെ നമ്മളെ തോന്നിപ്പിക്കും. സോ നമ്മളുടെ ആഖിറത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുക. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നതു എന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഖബറും നമ്മളുടെ ആഖിറവും ഒക്കെ ഉള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയൊരു വീഡിയോ